മദ്യനയ ഇളവിലെ കോഴ ആരോപണം അന്വേഷിക്കാൻ സർക്കാർ. ശബ്ദ സന്ദേശം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് DGPക്ക് എക്സൈസ് മന്ത്രിയുടെ കത്ത്. പുറത്തുവന്നത് ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്ന സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശം. വിഷയം ഗൗരവതരമെന്ന് മന്ത്രി MB രാജേഷ്. ബാർക്കോഴ ആരോപണത്തിൽ എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം. പുറത്തുവന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളെന്ന് VD സതീശൻ. 25 കോടി രൂപയുടെ ബാർക്കോഴയെന്ന് K സുധാകരൻ. ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൽ 1-ാം പ്രതിയുടെ വധശിക്ഷ ഒഴിവാക്കി ഹൈക്കോടതി. നിനോ മാത്യുവിന്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി. പ്രതിക്ക് പരോളില്ലാതെ 25 വർഷം കഠിന തടവ്. 2-ാം പ്രതി അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തം ശരിവെച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തൃശൂർ നഗരത്തിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണു. കുത്തൊഴുക്കിൽ കണ്ണൂർ എയർപോർട്ടിന്റെ ചുറ്റുമതിൽ തകർന്ന നാശം. കാസർഗോഡ് നീലേശ്വരം തൈക്കടപ്പുറത്ത് മത്സ്യബന്ധന ബോട്ട് ഒഴുകിപ്പോയി. കാസർഗോഡ് 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ. പിടിയിലായത് ആന്ധ്രയിൽ നിന്ന്. പ്രതി സമീപവാസിയെന്ന് സൂചന. നിയമസഭാ സമ്മേളനം ജൂൺ 10 മുതൽ. തദ്ദേശ വാർഡ് വിഭജനത്തിനായി ബില്ല് കൊണ്ടുവരാൻ മന്ത്രിസഭ തീരുമാനം. നടപടി ഓർഡിനൻസ് ഗവർണർ മടക്കിയതോടെ. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ നടപടിയുമായി ഏലൂർ നഗരസഭ. മാനദണ്ഡങ്ങൾ ലംഘിച്ച് കമ്പനികളുടെ പട്ടിക ആവശ്യപ്പെട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന് നോട്ടീസ്. പെരിയാറിൽ വിവിധ വകുപ്പുകളുടെ പരിശോധന തുടരുന്നു.